ഇടതു വലതു മുന്നണികൾക്ക് പകരമായി കേരളത്തിൽ മൂന്നാം ബദൽ രൂപം കൊള്ളാൻ സമയമായെന്ന് ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ നരേന്ദ്രമോദി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രമയുടെ സമരത്തിന് നരേന്ദ്രമോദി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. താൻ തൊട്ടുകൂടായ്മയുടെ ഇരയാണെന്നും നരേന്ദ്രമോദി കൊച്ചിയിൽ പറഞ്ഞു. പുലയ സമുദായാംഗങ്ങളെപ്പോലെ താനും തൊട്ടുകൂടാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുലയ മഹാസഭയുടെ ശതാബ്ദി സമ്മേളനം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി മേയർ ടോണി ചമ്മണി ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് തന്നോടുള്ള തൊട്ടുകൂടായ്മ കൊണ്ടാണെന്നും മോദി പറഞ്ഞു. പിന്നോക്കക്കാർക്കു വേണ്ടി ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അടക്കമുള്ള നേതാക്കൾ വലിയ പോരാട്ടമാണ് നടത്തിയതെന്നും പ്രസംഗത്തിൽ മോദി എടുത്തു പറഞ്ഞു. तो हमारी विकास यात्रा को 3 मजबूत पिलर पर हमें खड़ा करना होगा. നരേന്ദ്രമോദിയിലെ നന്മ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നായിരുന്നു ചടങ്ങിൽ പ്രസംഗിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബിജെപിയാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തിരുവനന്തപുരം ശംഖുമുഖത്ത് നടത്തിയ പ്രസംഗത്തിലാണ് മൂന്നാം ബദലിനെക്കുറിച്ചും കെ രമയുടെ സമരത്തെക്കുറിച്ചും മോദി പറഞ്ഞത്. കേരളത്തിലെ എല്ലാ അമ്മമാരും രമയെ പിന്തുണയ്ക്കണമെന്നും മോദി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസും LDFും ഒത്തുകളി നടത്തിയതുകൊണ്ടാണ് രമ സമരം തുടങ്ങിയതെന്നും മോദി പറഞ്ഞു. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും നടന്ന സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് NTV. കേരളത്തിലെത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ, ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ബിഷപ്പ് തോമസ് മാർ അത്താനാസ്യോസ് ചർച്ച നടത്തി. മോദി പ്രധാനമന്ത്രിയാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കൂടുതൽ പഠനങ്ങൾ നടത്തണം, കൂടുതൽ അതിനെക്കുറിച്ച് വളരെ ഗൌരവമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ ആഴമായ പഠനങ്ങൾ നടത്തണം. എന്നിട്ട് കൃത്യമായ നരേന്ദ്രമോദി സർക്കാർ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളാണ്. ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദി എങ്ങനെ തൊട്ടുകൂടാത്തവനായി? അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി ഓർത്തഡോക്സ് സഭയും SNDPയുമെല്ലാം ഇന്ന് രംഗത്ത് വരികയും ചെയ്തു. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു BJP പ്രതിനിധി ശ്രീ ഭഗീഷ്, അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭാ പ്രതിനിധി സോണി ജേക്കബ്, OICC പ്രതിനിധി ശ്രീ ചന്ദ്രപ്രകാശ് ഡമന, ഇവരെല്ലാം നമ്മളോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി മേയർ ടോണി ചമ്മണിയും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ഭഗീഷിലേക്ക്. ഭഗീഷ്, ഏറ്റവും വലിയ ഒരു വിമർശനം നരേന്ദ്രമോദിക്കെതിരെ നരഹത്യ നടത്തിയിരുന്ന ആൾ, അതോടൊപ്പം തന്നെ വംശഹത്യ നടത്തിയിരുന്ന ആൾ എന്നൊക്കെയുള്ള വിമർശനം വളരെ ശക്തമായിരുന്നു. ഇന്നിപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയിലെ 2 ബിഷപ്പുമാർ, ഇവരെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തുകയാണ്. ചുരുക്കത്തിൽ നരേന്ദ്രമോദിയുടെ തൊട്ടുകൂടായ്മ കേരളത്തിൽ മാറുകയാണ്. നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വസ്തുനിഷ്ഠവുമായി സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു ആർജവും വികസന കാഴ്ചപ്പാടും ഉള്ള ഒരു നേതാവിനുള്ള ഒരു പിന്തുണ കേരളത്തിൽ മാത്രമല്ല മണിപ്പൂരിലായാലും കാശ്മീരിലായാലും ഇന്ത്യ മുഴുവനും, അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ല, എല്ലാവിധ ജനങ്ങളും രാഷ്ട്രം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നരേന്ദ്രമോദിക്കും BJPക്കും മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളും മതസംഘടനകളും BJPക്കും നരേന്ദ്രമോദിക്കും പിന്തുണ അർപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതുവരെ ന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ ഭീകരനെന്നും നരഭോജിയെന്നും വിളിച്ച് അപമാനിച്ചിരുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ള ചുട്ട മറുപടിയാണ് നമ്മുടെ ബിഷപ്പ് ഇന്ന് നൽകി. ശരി, ബിഷപ്പ് ഇന്ന് നൽകിയ വളരെ ചുട്ട മറുപടി നൽകി. ഞാൻ സോണിയിലേക്ക് വളരെ കൃത്യമായി തന്നെ, എന്തുകൊണ്ട് 2 ബിഷപ്പുമാർ നരേന്ദ്രമോദിയെ പോയി കാണുന്നു? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി BJPയുടെ, അദ്ദേഹത്തിന് എന്ത് തൊട്ടുകൂടായ്മയാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ബിഷപ്പുമാർ അദ്ദേഹത്തെ പോയി കാണുന്നു, ചർച്ച നടത്തുന്നു. ഞങ്ങൾ ഗുജറാത്തിൽ ഞങ്ങളുടെ സഭാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ പോയി താമസിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു.
അവർക്കാർക്കും ഇന്ന് വരെ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ബിഷപ്പ് പറയുകയുണ്ടായി, ഞങ്ങൾ പോയത് ഒരു പരിചയം പുതുക്കാനാണ്. അദ്ദേഹത്തിന് ബറോഡയിൽ സ്കൂളുണ്ട്, ഞങ്ങൾക്ക് ഗുജറാത്തിൽ പല സ്ഥലങ്ങളിൽ സഭയുടെ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അവിടെയുള്ള ഒരു BJP പ്രവർത്തകനിൽ നിന്നോ അല്ലെങ്കിൽ BJP ഗവൺമെന്റിൽ നിന്നോ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സത്യം പറയുന്നു, ഞങ്ങളെ ഇടത് വലത് കക്ഷികളിൽ പെട്ട പല ആൾക്കാർക്കും കഴിഞ്ഞ 40 വർഷമായിട്ട് പലവിധ സഹായങ്ങളും കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും ഈ സഭയ്ക്ക് ഒരു വലിയ നീതി നിഷേധമാണ് നടത്തിയതെന്ന് പൊതുവെ പരക്കെ ഒരു പരാതിയുണ്ട്. ശരി, ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം. ചന്ദ്രപ്രകാശിലേക്ക്. ഇപ്പോൾ രണ്ടുപേരുടെയും വാദം BJPയുടേതാണെങ്കിലും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടേതാണെങ്കിലും നമ്മൾ കേട്ടു. ചന്ദ്രപ്രകാശ്, ഇവിടെയാണ് നിങ്ങൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം വംശഹത്യ നടത്തിയ ഒരാള് അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നരേന്ദ്രമോദിയെ SNDPയും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയും പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നരേന്ദ്രമോദിയെ തിരിച്ചറിയാൻ വൈകിയത് കോൺഗ്രസ് മാത്രമാണോ? കോൺഗ്രസ് നരേന്ദ്രമോദിയെ തിരിച്ചറിയാൻ വൈകിട്ടൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഒരു ഫാക്ടർ തന്നെയല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനം വലുതാണെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യയിലും കേരളത്തിലുണ്ട്. മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു. മകനെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകൂടുന്നു. കാരണം UDFന്റെ സപ്പോർട്ടിംഗ് ആളായിരുന്നു. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ആ രീതിയിൽ UDFുമായി സഹകരിച്ച് UDF നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി. പിന്നെ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ 100% ശരിയല്ല. ഞാൻ കോൺഗ്രസിനെ കുറിച്ചല്ല, ഞാൻ BJPയെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം കൊച്ചി മേയർ ടോണി ചമ്മണി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോണി ചമ്മണി, കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ അൺടച്ചബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദിയും ഇന്ന് അത് തന്നെയാണ് പറഞ്ഞത്. ആ നോട്ടീസിൽ താങ്കളുടെ പേരുണ്ടായിരുന്നു. ആ പേര് ഉള്ള കൊച്ചി മേയറായിട്ടുള്ള താങ്കൾ പുലയ മഹാസഭയുടെ ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അപ്പോഴാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നത് ഇവിടെ ഒരു ചമ്മിണിയെയും ചിമ്മിണിയെയും ഒന്നും കാണുന്നില്ല, റാന്തലും ഒന്നും കാണുന്നില്ല എന്ന്. എന്തുകൊണ്ട് താങ്കൾ ഈ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു? ഞാൻ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ശ്രീ നരേന്ദ്രമോദിയുമായി ഏത് പങ്കെടുക്കരുത് എന്നൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. ശ്രീ നരേന്ദ്രമോദി ഒരു വർഗീയ ഫാസിസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്നു. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പങ്ക് ഉണ്ട്. അതിന് സംശയമാണ് അദ്ദേഹം. ദയവായി തുടരുക ബഗീഷ്. ഇങ്ങനെ ദയവായി തുടരുക ടോണി ചമ്മണി. ഇങ്ങനെ നരേന്ദ്രമോദിയെ തൊട്ടുകൂടാത്തവനായി ദേശീയ തലത്തിൽ കോൺഗ്രസ് മാറ്റി നിർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. സർദാർ പട്ടേലിന്റെ പ്രതിമയുടെ ഉദ്ഘാടന ചടങ്ങില് ശ്രീമതി സോണിയാഗാന്ധിയും നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പങ്കെടുത്താണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ടോണി ചമ്മണി ഇരിക്കുന്ന ഈ കൊച്ചി കോർപ്പറേഷന്റെ അകത്തുള്ള ചുരുങ്ങിയത് ഒരു 2 ലക്ഷം ആൾക്കാര് ഗുജറാത്തിൽ ബിസിനസ് കാര്യങ്ങൾക്കും ഗുജറാത്തിൽ ജോലി സംബന്ധമായിട്ടും താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ടോണി ചമ്മണി തയ്യാറാകുമോ? ഇല്ല. 20 ലക്ഷത്തോളം മലയാളികൾ ഗുജറാത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തില് ഓർത്തഡോക്സ് സഭയെ പോലെ മുസ്ലിം വിഭാഗങ്ങളിലുള്ള ചില കാന്തപുരത്തിന്റെ ആൾക്കാരായാലും ഒരുപാട് പേര് നിർഭയമായിട്ട് അവരുടെ പൂർണ്ണ ഇതാണ് വിഷയം. താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല, കൊച്ചി കോർപ്പറേഷന്റെ മേയർ കൂടിയാണ് താങ്കൾ എന്ന് പറയുമ്പോൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ മേയർ ആയിട്ടുള്ള ആൾക്ക് ആ ഒരു പരിപാടിയിൽ പോയി പങ്കെടുക്കാനുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതല്ലേ? ഔദ്യോഗികതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിനോട്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്റെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. എന്റെ പാർട്ടിയുടെ നിലപാടിന് അപ്പുറത്തായി എനിക്ക് ഒരു നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. അതിനുള്ള പാർട്ടി എടുത്ത നിലപാട് വളരെ ശരിയെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം ഒരു കൂട്ടക്കൊലയുടെ ഉത്തരവാദി എന്ന സംശയത്തിന്റെ പരിധിയിൽ നിന്നും ശ്രീ മോദി വിമുക്തനായിട്ടില്ല.
ശരി ശരി. പക്ഷേ ശ്രീ ടോണി ചമ്മണി, കൂട്ടക്കൊലയുടെ ഉത്തരവാദി, 2002 വംശഹത്യയുടെ ഉത്തരവാദി എന്ന് താങ്കൾ പറയുമ്പോൾ ഏത് കോടതിയാണ് നരേന്ദ്രമോദിയെ അങ്ങനെ ശിക്ഷിച്ചിട്ടുള്ളത്? ഏത് കോടതിയാണ് നരേന്ദ്രമോദിക്ക് ആ കുറ്റം ചാർത്തിയിട്ടുള്ളത്? എവിടെയാണ് നരേന്ദ്രമോദിക്ക് ശിക്ഷ വിധിച്ച്? അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നരേന്ദ്രമോദിയെ പൂർണ്ണമായും ഗുജറാത്ത് കൂട്ടക്കൊലയുടെ പങ്കില്ല, അദ്ദേഹത്തിന് ആസൂത്രണത്തിൽ പങ്കില്ല എന്ന് പൂർണ്ണമായ കുറ്റവിമുക്തനാക്കിയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും പൂർണ്ണമായും അദ്ദേഹം കുറ്റവിമുക്തനായതുവരെ വരെ ആരോപണങ്ങളുടെ സംശയത്തിന് നിലവിലാണ് അദ്ദേഹം. ശരി, വളരെ സന്തോഷം ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടോണി ചമ്മണി. ചന്ദ്രപ്രകാശ് എടമന, ഇതാണ് ടോണി ചമ്മണി പറയുന്നത്. ടോണി ചമ്മണി പരിപാടിയിൽ പങ്കെടുത്തില്ല, അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതാണ് നരേന്ദ്രമോദിയും പറഞ്ഞത്. എനിക്ക് തൊട്ടുകൂടായ്മയുണ്ട് എന്നെ, കാരണം മണിയർ പറഞ്ഞതാണ് ചായക്കച്ചവടക്കാരൻ എന്ന് പറഞ്ഞത്. ആ നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ചായക്കച്ചവടക്കാരൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ നോക്കാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ ഇവിടെയും ടോണി ചമ്മണി പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന ഓരോന്നും BJP വിറ്റ് ക്യാഷാക്കുന്നു, വോട്ടാക്കുന്നു. BJPക്ക് അങ്ങനെയൊന്നും വിറ്റ് ക്യാഷാക്കാൻ കോൺഗ്രസിനെ കിട്ടില്ല. കോൺഗ്രസ് ഇവിടെ 67 അധികാരം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയും 77 ഇന്ദിരാഗാന്ധി അധികാരത്തിന് പോകേണ്ട സാഹചര്യം ഉണ്ടായി. ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത് മതേതരത്വം ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. മോഡി നമുക്കൊരു ഫാക്ടർ അല്ല. ഇന്ത്യയുടെ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചും മറ്റ് രാഷ്ട്രീയ നമുക്കറിയാം, 3ാം മുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ മോഡി ഒന്നും പ്രശ്നമുള്ള അതല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം ഇവിടെ വർഗീയ കക്ഷികളെ മുഴുവൻ കൂട്ടുപിടിച്ച് വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ വളർത്തിയെടുക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം 10-67 കൊല്ലക്കാലമായി നിലനിർത്താൻ, മതേതരവും ജനാധിപത്യവും ഐക്യവും നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയൊരു പങ്കുണ്ട്. ഈ മോഡി എന്ത് കാഹളം മുഴക്കിയാലും ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പിന്തുണ നൽകുമെന്ന് കോൺഗ്രസിന് അറിയാം. എത്ര കണ്ട് എന്തൊക്കെ പ്രചരണ മണ്ഡലത്തിലും കേരളത്തിലല്ല ഏത് സംസ്ഥാനത്ത് പോയാലും, ഗുജറാത്തിലെ ഒരു സംസ്ഥാനത്തുണ്ടായ വികസനം മാത്രമല്ല ഇന്ത്യ രാജ്യം നോക്കിക്കാണുന്നത്. കോൺഗ്രസിന്റെ നിലപാട് മോഡിയെ സംബന്ധിച്ച് ഗുജറാത്തിൽ എന്തുണ്ടായാലും ആ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്ഥാനത്തിന്റെ ഭാഗമാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളുള്ള ഭാഗമാണ്. സംസ്ഥാനം ഒറ്റ സ്വതന്ത്ര ഭരണാധികാരി അംഗീകരിച്ചുകൊണ്ട് വികസനം നടത്താൻ അതിലൊന്നും വലിയ അർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദി എന്ന് കേട്ടാൽ കോൺഗ്രസിന് പറയാൻ കുറെ വാക്കുകളുണ്ട്. സോണിയിലേക്ക് ഇവിടെ ഇപ്പോൾ ദേവലോകം അരമനയിലേക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കേണ്ട സാഹചര്യമുണ്ടോ? വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി ദേവലോകം അരമനയിൽ വരുന്നതോ അല്ലെങ്കിൽ ദേവലോകത്ത് ബാബാ തിരുമേനിയെ കാണുന്നതോ ഒന്നും നമ്മുടെ ഒരു ചർച്ചാ വിഷയമല്ല. മലങ്കര ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് എന്താണ് താങ്കളുടെ ചോദ്യം. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ദേവലോകത്ത് വരാം, അവിടെ ആർക്ക് വേണമെങ്കിലും വരാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർക്കും വരാം, കോൺഗ്രസിന്റെ ആൾക്കാർക്കും വരാം. ശരി. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ 2002 വംശഹത്യയുടെ ഉത്തരവാദിയാണ് നരേന്ദ്രമോദി എന്നാണ് പ്രധാന ആരോപണം നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാള് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെ സഭ എങ്ങനെ കാണുന്നു? ഇനി ഞാനൊരു മറു ചോദ്യം ചോദിച്ചോട്ടെ. 2002 ഗുജറാത്ത് കലാപം പോലെ ഇന്ത്യയിൽ ഇതിനു മുമ്പും കലാപം ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷവും കലാപം ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ കലാപങ്ങളിലെല്ലാം അതാത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണോ അതിന്റെ ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ അഖിലേഷ് യാദവിന്റെ സംസ്ഥാനത്ത് ഈയിടെ കലാപം ഉണ്ടായില്ലേ? 1947 സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഇന്ത്യയിൽ കലാപം ഉണ്ടായില്ലേ? അതിന് നെഹ്റുവാണ് ഉത്തരവാദി. അത് ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. നെഹ്റുവാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം പിന്നിൽ വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ട്. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായി. അപ്പോൾ അതാത് സംസ്ഥാനം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണോ അതിന് ഉത്തരവാദി? ചുരുക്കത്തിൽ 2002 കലാപത്തിന് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഉണ്ടെങ്കിൽ തന്നെ കോടതിയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഇന്നേവരെ ഒരു കോടതി പോലും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഒരു സമൂഹം അല്ലെങ്കിൽ കുറെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സൈഡ് ലൈൻ ചെയ്ത് വെക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ബഗീഷ്, ഇവിടെ ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. കാരണം മാറാട് കൂട്ടക്കൊല വന്നാലും, സിഖ് കലാപം നടക്കുമ്പോഴും, അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ അടുത്ത് കലാപം നടന്നാലും ഒന്നും മുഖ്യമന്ത്രിമാർ കുറ്റക്കാരായി കാണുന്നില്ല.
പിന്നെ നരേന്ദ്രമോദി മാത്രം എങ്ങനെ തൊട്ടുകൂടാത്തവരും വംശഹത്യയും നരഹത്യയും നടത്തിയവനുമായി മാറുന്നു എന്ന് ഓർത്തഡോക്സ് ഞാൻ വരാം ബഗീഷിലേക്ക്. ഓർത്തഡോക്സ് സഭ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയാൻ കോൺഗ്രസിന് കയ്യിലുണ്ടോ ചന്ദ്രപ്രകാശ്? ഈ ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ വർഗീയ ഫാസിസ്റ്റ് സഖ്യകക്ഷികളെ എങ്ങനെയൊക്കെ BJP-യിലേക്ക് കൊണ്ടുവരാമെന്നുള്ള തന്ത്രം. ഓർത്തഡോക്സ് സഭ വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണെന്ന് ആരും പറയും എന്റെ ചന്ദ്രപ്രകാശ്? അല്ല, ഓർത്തഡോക്സ് മാത്രമല്ല, ഇവിടുത്തെ വർഗീയമായി ചിത്രീകരിക്കുന്ന സംഘടനകളെ മുഴുവൻ ഒരുക്കിക്കൂട്ടിക്കൊണ്ട് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മോഡിയുടെ എന്താ പറയുക നെട്ടോട്ടമാണ് ഈ കാണുന്നത്. ഇതിനെ സംബന്ധിച്ച് മോഡിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. കൂട്ടക്കൊല മാത്രമല്ല, മോഡി ഒരു എന്താ പറയാ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇന്ത്യയിലും രാജ്യത്തെ മൊത്തം ഒന്നായി കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവൊന്നല്ല. അവിടെ തന്നെ അവരുടെ പാർട്ടിയിൽ തന്നെ അതിന് തർക്കവും വിതർക്കവും ഏത് കാലഘട്ടത്തിലാണ് കോൺഗ്രസിൽ തർക്കമില്ലാതായത്? മോഡിയെ സംബന്ധിച്ച് സോണിയാഗാന്ധി അമരത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു? NCP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായത് എങ്ങനെ അറിയാലോ? ഞാൻ പറയേണ്ടല്ലോ, ശരത്ചന്ദ്ര ശരത് യാദവ് ഓരോ NCP ഇപ്പോഴും അവിടെയാണ് NCP-യുടെ പിന്തുണ ഉണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നിലനിർത്താൻ പറ്റൂ. അല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിച്ചത്. അപ്പോ അത് കേരളത്തിൽ എന്ത് മോഡി വന്നാലും രമയടക്കം, കാരണം മാർക്സിസ്റ്റ് രമയിലേക്ക് ഒരു കോളർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. രമയെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഒരു കോളറിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര് പറയൂ. എനിക്ക് പറയാമോ? കേൾക്കാം, പേര് പറയൂ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഓർത്തഡോക്സ് സഭ എന്നത് ഒരു ദേശീയ സഭയാണ്. ഈ ദേശീയ സഭയുടെ ഒരു പ്രശ്നം സുപ്രീം കോടതിയിൽ എത്തിയിട്ട് സുപ്രീം കോടതി 1958-ലും 1995-ലും വിധിച്ചു ഈ സഭയ്ക്ക് അനുകൂലമായി. കോൺഗ്രസ് പാർട്ടി ആകട്ടെ ഇടതുപക്ഷമാകട്ടെ ആ വിധി നടപ്പാക്കി കൊടുക്കുവാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അവിടെയാണ് മോഡി പോലുള്ള ദേശീയ നേതാക്കന്മാരുടെ പ്രാധാന്യം നാം കാണുന്നത്. സുപ്രീം കോടതി വിധിയെ നടപ്പിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഏത് പാർട്ടി തുനിഞ്ഞാലും ഏത് പാർട്ടി മുൻകൈയെടുത്താലും ഓർത്തഡോക്സ് സഭയുടെ മക്കൾ അവർക്ക് സപ്പോർട്ട് നൽകും, പിന്താങ്ങും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ ബിഷപ്പന്മാരാകട്ടെ സാധാരണ ജനങ്ങളാകട്ടെ അവരുടെ വികാരമാണ്. ശരി, വളരെ സന്തോഷം വിളിച്ച് അഭിപ്രായം പറഞ്ഞതിൽ. ഇതാണ് കാരണം ഒരു കാരണം അതാണ്. മറ്റൊരു കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ BJP-യെ കേരളത്തിൽ ഞങ്ങൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു സൈഡ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം BJP ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP-യാണ്. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് മധ്യപ്രദേശ്. അവിടെ BJP-യാണ് ഭരിക്കുന്നത്. പിന്നുള്ളത് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഗവർണറായിരുന്ന PC അലക്സാണ്ടർ പോലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു പുത്രനാണ്. അദ്ദേഹത്തെ BJP-ക്കും കോൺഗ്രസിനും ഒരുപോലെ ആദരണീയനായ ആളായിരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? അവസാനം കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ ഗവർണറായിട്ട് നിയമിച്ചത്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ കാലുവാരി. ഇതാണ് കൃത്യമായി സോണി പറയുന്നത് പോലെ വളരെ കൃത്യമാണ്. ഓർത്തഡോക്സ് സഭയുടെ നീക്കവും തീരുമാനവും ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് വിഷയങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസിന് പരാജയം പറ്റിയത്. സുഹൃത്ത് പറഞ്ഞുകൂടെ, തങ്ങളുടെ കോടതി വിധി നടപ്പാക്കിയില്ല എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് മോഡിയെ സപ്പോർട്ട് ചെയ്യുകയും മോഡിയെ ആവുന്ന എന്താ പറയാ ഫാസിസ്റ്റ് വർഗീയ ശക്തി അധികാരത്തിൽ വരണമെന്ന് അത്തരം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയമായും ജാതീയമായും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ ശരി കുറെ കൂടി ഓർത്തഡോക്സ് സഭ അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഒരു കോളറിലേക്ക് കൂടെ ഞാൻ പോകുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര് പറയൂ. എന്റെ പേര് കുര്യൻ എന്നാണ്. ഓക്കെ കുര്യൻ, പറയൂ അഭിപ്രായം. എന്താ പറയുന്നത്, ഇവിടെ 3 പേര് ഇരിക്കുന്ന കാണുന്നുണ്ട്. ഒരാൾ എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് സഭക്കാരനാണെന്ന് തോന്നുന്നു. അതെ. ഒരാൾ കോൺഗ്രസ് അനുഭാവിയാണ്, ഒരാൾ BJP അനുഭാവിയാണ്. അതെ.
ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് TV ഓൺ ചെയ്തത്. പറയൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിക്കുന്നുണ്ട്. കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നേതാക്കന്മാർ മാറുന്നു എന്നതല്ലാതെ ഭരണത്തിന് വലിയ വ്യത്യാസം ജനങ്ങളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കെങ്കിലും ഇപ്രാവശ്യം BJP കേരളത്തിൽ വരണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു കുര്യൻ. ഇതാണ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലേക്കെങ്കിലും BJP, കാരണം ആം ആദ്മി എന്ന് പറയുന്ന ഒരു വലിയ തരംഗം വന്ന് നമ്മൾ കേരളത്തിൽ കുറെ പേര് അതിന് പുറകെ പോകുന്നതായിട്ട്, അത് KM ഷാജഹാൻ ആണെങ്കിലും സാറാ ജോസഫ് ആണെങ്കിലും നിരവധി പേർ പോകുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ കുര്യൻ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണം, അത് മുൻപ് നേരത്തെ തന്നെ BJP പറഞ്ഞതായിരുന്നു ഒരു അവസരം തരൂ എന്ന്. വീണ്ടും ഒരു അവസരം ചോദിക്കുകയാണ് ഇപ്പോൾ. ഒരു കാര്യം ആദ്യം പറയട്ടെ. ഞാൻ ടോണി ചമ്മണിയോട് ചോദിച്ച കാര്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ കൊച്ചിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരായിട്ടുള്ള മലയാളികളെ മുഴുവൻ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ അദ്ദേഹം തയ്യാറാവുമെന്നുള്ള കാര്യത്തിന് അയാൾ മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നരേന്ദ്രമോദിയോട് തൊട്ടുകൂടായ്മ ഉണ്ടെങ്കിൽ ഗുജറാത്തിൽ എന്തിനാ പോയി നിൽക്കുന്നതെന്നുള്ള സാമാന്യ ചോദ്യം ഗുജറാത്തികൾ ചോദിക്കും. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഗുജറാത്തിൽ 2 വർഷം ഉണ്ടായിട്ടുള്ള ആളാണ് വ്യക്തിപരമായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, KPMS എന്ന് പറഞ്ഞ സംഘടന, ഇവിടുത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള സംഘടന, എന്തുകൊണ്ട് നരേന്ദ്രമോദിനെ വിളിച്ചു? അത് നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ശിവഗിരിയിൽ വന്നതിനേക്കാൾ വലിയൊരു അതൊരു ധർമ്മ പരിഷത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഒരു സമുദായ സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, കായൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. 60 വർഷമായിട്ട് 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ ഭരണം നടന്നിട്ട് ഈ ദളിതന്റെ സ്ഥിതി ഇന്ന് എവിടെയാണ്? ഈ കേരളത്തിൽ മുഴുവൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 5 ഏക്കറും 10 ഏക്കറും എല്ലാവർക്കും കുടിയേറ്റ കർഷകർക്കും പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും എഴുതി കൊടുക്കുമ്പോൾ ഈ ദളിതനെ 4 സെന്റ് കോളനികളിൽ ഒതുക്കി എന്നുള്ള കൃത്യമാണ്. ചന്ദ്രപ്രകാശ്, ഇതാണ് മറ്റൊരു വിഷയം. നരേന്ദ്രമോദി ഉന്നയിച്ച രണ്ടാമത്തെ വിഷയം, തൊട്ടുകൂടായ്മ കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഉന്നയിച്ച രണ്ടാമത്തെ വിഷയം ഇതാണ്. ഞാൻ അതിലേക്ക് വരാം. ഒരു കോളർ കൂടെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? പറയൂ, പേര് പറയൂ, പേര് പറയൂ വേഗം. ഹലോ, കേൾക്കാം, പറയൂ. ശരി മാത്യു, എങ്ങനെ കാണുന്നു? നരേന്ദ്രമോദി 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തന്നെ തൊട്ടുകൂടാത്തവനാക്കി ചിലർ മാറ്റി. ഓർത്തഡോക്സ് സഭ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ പറ്റി വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. ശരി, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള മാന്യതകൾ കൂടി കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ സംഭാഷണങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പകരം ഇന്ന് വേഗം പറയൂ. ഓക്കെ, ഇന്ന് ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതുകൂടി ഒരു മാന്യ വ്യക്തി പറഞ്ഞു, ഇത് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നൊരു വലിയൊരു സഭയാണ്, ഇതൊന്നും രാഷ്ട്രീയ സംസ്കാരമാണ് എന്നതിനോട് മാത്രമേ എനിക്ക് യോജിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും രാഷ്ട്രീയ ഒരു ഓർത്തഡോക്സ് സംസ്കാരം എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല ഒരിക്കലും. അല്ല, ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ആരും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമായി രാഷ്ട്രീയ സംസ്കാരം എന്നാണല്ലോ ഓർത്തഡോക്സ് സഭ. ഒരിക്കലും ഓർത്തഡോക്സ് സഭ അങ്ങനെയല്ല എന്നാണ് എന്റെ വിശ്വാസം. ശരി, വളരെ സന്തോഷം വിളിച്ച അഭിപ്രായം പറഞ്ഞതില്. ഞാൻ വീണ്ടും ചന്ദ്രപ്രകാശിലേക്ക്, നേരത്തെ ഭാഗ്യേഷ് പറഞ്ഞ വിഷയം, ഈ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടുകൂടാത്തവൻ എന്ന് പറഞ്ഞാൽ പിന്നീട് നരേന്ദ്രമോദി ഉന്നയിച്ച ഒരു വിഷയം ഇതാണ്. കാരണം കേരളത്തിലെ വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലൊക്കെയുള്ള കൃഷിക്കാരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കാർഷിക മേഖലയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയുന്ന ഒന്നാണ് 3ാം ബദൽ എന്ന് പറയുന്ന സംവിധാനത്തിന് ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്ന തേർഡ് ഫ്രണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങണം. അത് കോൺഗ്രസിനും CPIM-നും LDF-നും ബദലായിട്ടാകണം. ഇതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ പിന്നോക്ക വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ഹരിജനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഴ്ചപ്പാട്, ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വരെ അലങ്കരിച്ചിരുന്ന ബഹുമാന്യനായ KR നാരായണൻ ഹരിജൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ആളാണ്.
ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹരിജനങ്ങളുടെയും അവരുടെ സംരക്ഷണത്തിനും അവർക്ക് വീടില്ലാത്തവരും വീട് കൊടുക്കാനും അവരുടെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്കുള്ള പദ്ധതികളുമായി ഇന്ത്യ രാജ്യത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് സമഗ്രമായി ഈ പാവപ്പെട്ട ഹരിജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലങ്ങളിൽ അതറിയാത്ത, അത് തിരിച്ചറിയാൻ കഴിയാത്ത BJPയുടെ നേതൃത്വമാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണം. ഇന്ത്യ രാജ്യം ഇന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മാതൃകയായി സമസ്ത വിഭാഗം ജനങ്ങളെയും ഒറ്റക്കെട്ടായി കാണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ശരി, ഞാൻ ആ വാദത്തിനു വേണ്ടി അംഗീകരിക്കണം. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം നരേന്ദ്രമോദി പറയുന്നത് നോക്കുക. നരേന്ദ്രമോദി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കൂടെ വേദി പങ്കിടുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയാ, ഞാൻ നരേന്ദ്രമോദിയെ തിരിച്ചറിയാൻ വൈകി, നരേന്ദ്രമോദിയിലെ നന്മ മനസ്സിലാക്കാൻ വൈകി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആയിരിക്കും എന്ന് പറയുന്നത്. സുരേഷ്, ഞാൻ ഇതിന് ലക്ഷ്യബോധം പറഞ്ഞല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ബോധവും സമവാക്യങ്ങളൊക്കെ നമ്മൾ കുറെ കാലങ്ങളായി കാണുന്നതാണ്. ഞാൻ കഴിഞ്ഞ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുകയും അതിൽ നിന്ന് വിഹിതം പറ്റി മകനെ വരെ ഗുരുവായൂർ ദേവസ്ഥത്തിൽ മെമ്പറാക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി. ഇപ്പൊ പറയുന്നു മോഡിയാണ് നല്ലത് എന്ന് പറയുമെങ്കിൽ മോഡിയുടെ കൂടെ പോകട്ടെ. ജനാധിപത്യത്തെ അതിനുള്ള അവകാശമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അധികാരം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. അങ്ങനെ അധികാരത്തിന് വിട്ടുവെക്കാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല. ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് പ്രസാദ് ജേക്കബ്. ഞാൻ വിളിക്കാൻ തോന്നിയതാണ്. ശരി, പറയൂ താങ്കളുടെ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഓർത്തഡോക്സ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ കാര്യം നമുക്കറിയാം, കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം. കേരളം ഇത്രയും നാളും ഇന്ത്യ ഇത്രയും നാളും ഭരിച്ചത് ഭൂരിഭാഗവും കോൺഗ്രസ് സർക്കാരാണ്. അപ്പൊ നമുക്കുണ്ടായ നേട്ടങ്ങൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു അവസരം കൊടുക്കുക. കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാലും കോൺഗ്രസുകാർ ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതും പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പൊ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ, ഒരു ക്രിസ്ത്യാനിയായ എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു അവസരങ്ങൾ കൊടുക്കണമെന്നാണ് എന്റെ. ശരി, വളരെ സന്തോഷം വിളിച്ച അഭിപ്രായം പറഞ്ഞതിൽ. ബഗീഷ്, നേരത്തെ തന്നെ ശ്രീ ചന്ദ്രപ്രകാശ് പറഞ്ഞതുപോലെ തന്നെ മോഡിയുടെ പിന്നോക്ക സ്നേഹമൊക്കെ താൽക്കാലിക വോട്ടിന് വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും അല്ല. കാരണം ഗുജറാത്തില് പിന്നോക്കക്കാരുടെ നിലവാരം നോക്കുകയാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ നിലവാരം നോക്കുകയാണെങ്കിലും അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഗുജറാത്തിലാണ്. അത് എന്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത്? രണ്ടാമത്തെ ഒരു വിഷയം, ഈ കേരളത്തിൽ 6 പതിറ്റാണ്ട് ഇടതന്മാരും വലതന്മാരും മാറി മാറി ഭരിച്ചിട്ട് നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാണെന്ന് പാട്ടുപാടി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഹരിജൻസിനെ വഞ്ചിച്ചിട്ട് ഏത് വയലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഏതെങ്കിലും വയൽ അവർക്ക് കൊടുത്തോ? എല്ലാവർക്കും, പട്ടക്കാർക്കും പിന്നെ പാർട്ടിക്കാർക്കും പാർട്ടി ഓഫീസിനും എല്ലാവിധ തോട്ടങ്ങളും മലയോര മേഖലകളും എഴുതി കൊടുത്തപ്പോ ഇവിടുത്തെ ഏത് ദളിതന് വേണ്ടിയിട്ടാണ് ഇവര് 1 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുള്ളത്? ദളിതന്റെ പേരിലോ അയ്യങ്കാളിയുടെ പേരിലോ ഇന്ന് സ്മാരകം പോലുണ്ടോ? ഒരു നിമിഷം കൂടി. പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ദളിതന്റെ പേരിലൊരു കോളേജ് ഇന്ന് വരെ ഇടതന്മാരും വലതന്മാരും വെച്ചുണ്ടോ? വിദ്യാഭ്യാസ കോളേജുണ്ട്, വട്ടമാണ്. കേരളത്തിന്റെ പേരിൽ കോളേജിന് അത് സമുദായത്തിന്റെ അല്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും 2 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 2 ലക്ഷം അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലാതെ ഗവൺമെന്റിന്റെ ഫ്രീ ആയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ദളിതന് കിട്ടിയിട്ടത് വട്ടപൂജ്യമാണ്. എല്ലാ കാര്യത്തിലും ഈ ഇടതുപക്ഷം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ദളിതന്മാരെ. അതിനൊരു മാർഗമുണ്ടെങ്കിൽ അത് BJP ആണ്, നരേന്ദ്രമോദി മാത്രമാണ്. തീർച്ചയായും. സോണി, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ താങ്കൾ വ്യക്തിപരമായി താമരയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്? സുരേഷ്, ഞാൻ വന്നിരിക്കുന്നത് കോട്ടയം പട്ടണത്തിലെ പുതുപ്പള്ളി എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ ജനിച്ചു വളർന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്ക് താങ്കളുടെ മണ്ഡലത്തിൽ മിനിമം പുതുപ്പള്ളിയിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വേറെയില്ല.
അവർ കണ്ടു വളർന്നതും ശീലിച്ചതും ഉമ്മൻചാണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട സമയം എങ്ങനെ ഉണ്ടായി, സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതാണ് മുമ്പേ ഒരു കോളർ പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് ഈ സഭയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. സുരേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ചെറിയ പ്രശ്നങ്ങളാണ്. എന്താണ് ഈ പ്രശ്നമെന്ന് ഇന്ന് വരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിഭാഗവും ഒരു സാമുദായിക വിഭാഗവും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി. ഇതാണ് എന്റെ സംശയമായിരുന്നു. ഞാൻ പ്രകടമായി ചോദിച്ചില്ല എന്ന് മാത്രം. യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തൃക്കുന്നത്ത് സെമിനാരിയെ ചൊല്ലിയുള്ള തർക്കം കുറെ കാലമായി കേൾക്കുന്നു. ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ചില നീക്കങ്ങളിലൂടെ നിങ്ങളെ വഞ്ചിച്ചു എന്നുള്ള തോന്നൽ വളരെ മുൻപ് തന്നെ നിങ്ങൾ പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കത്തിന് കാരണം. ഒരിക്കലുമല്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ആന്റണി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ശിവഗിരി മഠത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. സ്വാമി പ്രകാശാനന്ദ ആണ് അവിടെ ഇരിക്കേണ്ട സ്വാമി എന്ന് ആര് പറഞ്ഞു? കോടതി പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദയ്ക്കാണ് അധികാരം കൂടുതൽ. വെള്ളാപ്പള്ളി നടേശൻ പോലും സ്വാമി ശാശ്വതീകാനന്ദയുടെ കൂടെയാണ്. എന്നിട്ടും അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി ശാശ്വതീകാനന്ദയെ പിടിച്ച് പുറത്താക്കിയിട്ട് പ്രകാശാനന്ദയെ പിടിച്ച് അവിടെ ഇരുത്തി. ഈ ഒരു ചങ്കൂറ്റം ഏത് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിലും കാണിച്ചാൽ മാത്രം മതി. ഞങ്ങൾക്ക് കാണിക്കാൻ പ്രശ്നം തീരുമായിരുന്നു. തീർച്ചയായിട്ടും തീരും. കാര്യം 13 കേസുകൾ ഈ പറയുന്ന പള്ളിയെ കുറിച്ച് നടന്നിട്ടുണ്ട്. 13 കേസുകളും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിരിച്ചിരിക്കുകയാണ്. 40 വർഷമായിട്ട് ആ പള്ളി പൂട്ടിക്കിടക്കുക. എന്താ കാര്യം? ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു ചില സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഇത് തുറക്കരുത്. താക്കോല് ഞങ്ങളെ വെച്ചിട്ടാണ് ഞങ്ങൾ തുറക്കാതിരിക്കുന്നത്. ഇനി അതിലേക്ക് വരാം. ചന്ദ്രപ്രകാശ്, ഇവിടെയാണ് കോൺഗ്രസിന് ഓർത്തഡോക്സ് സഭയോട് ചതി ചെയ്തു എന്നുള്ള തോന്നൽ ഉള്ളത്. കാരണം ഉമ്മൻചാണ്ടിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക്. ഉമ്മൻചാണ്ടി തങ്ങളെ സംരക്ഷിക്കും എന്നുള്ള കൃത്യമായ തോന്നലുണ്ടായിരുന്നു. അവിടെ അവർക്ക് കോൺഗ്രസിന് പാളിച്ച പറ്റി. ഉമ്മൻചാണ്ടി കൈവിട്ടു ഓർത്തഡോക്സ് സഭയെ. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് 2 സഭകളെയും തുല്യമായി കാണുന്ന ഒരു ഭരണ സംവിധാനമാണ്. കാരണം ഒരു സഭയ്ക്ക് ഒരു ത്ലാസിലും മറ്റൊരു സഭയെ മറ്റൊരു ത്ലാസിലിടുന്ന സമീപനമല്ല കോൺഗ്രസിൻ്റെത്. ഇവർ തമ്മിലുള്ള ഒരു വർഗീയമായ സംഘടനമോ അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടിയുള്ള സംഘടന ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത്തരം നടപടികൾ ഗവൺമെന്റ് കാര്യമായി ഇടപെടാത്തതിന്റെ സത്യം. അപ്പോൾ ആ ഇടപെടലുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഭാഗം ഇപ്പൊ തന്നെ ഇടപെടാത്തത് കൊണ്ട് തന്നെ ഒരു വിഭാഗം തന്റെ കയ്യിലാണ് താക്കോൽ എന്ന് പറയുന്നതുകൊണ്ട് ഈ താക്കോൽ വെച്ച സ്ഥാപനം തുറക്കാൻ അല്ലെങ്കിൽ പള്ളി തുറക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് അനുകൂലമായി മോഡിയെ സമീപിക്കുകയും മോഡി വന്നാൽ ആ സഭ തുറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മൂഢത്വമാണ്. അങ്ങനെ കരുതുന്നുണ്ട് ഇവർ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയായ പുതുപ്പള്ളി പള്ളി ഇതേപോലെ കൂട്ടിക്കിടന്ന ഒരു പള്ളിയാണ്. ഇന്നത് ഓർത്തഡോക്സ് സഭ കൈവശമാണ്. മറ്റവരെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടുന്ന് പുറത്തിറക്കി വിട്ടത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബക്കാർ വരെ അതിനകത്ത് ഭാഗവാക്കുകളാണ്. അവർ പുറത്തിറങ്ങി വേറെ പള്ളി വെച്ച് അവിടെ സൈഡിൽ ആരാധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ് ഈ തൃക്കുന്നത്ത് സെമിനാരി. ഇതിന്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമേ. അതായത് ഈ പള്ളി അല്ലെങ്കിൽ ഈ സ്ഥാപനം അവിടെ ഉണ്ടായത് 1876-ലാണ്. അന്ന് കേരളത്തിൽ ഇത് മാത്രമല്ല 6 സ്ഥാപനങ്ങളുണ്ടായി. അന്ന് കേരളത്തെ 7 ഭദ്രാസനങ്ങളായിട്ട് ഉപയോഗിച്ച് ഒന്ന് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കോട്ടയത്ത്. ബാക്കി 6 സ്ഥലത്തും ഇതേപോലെ തന്നെ സഭാ കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഇത് മാത്രം മതി ഇവർക്ക്. അതിൽ അതിന്റെ സ്വത്തും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൃത്യമായിട്ട് അറിയാലോ, താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ വിഷയം. ഇനി അടുത്ത ചോദ്യം, നരേന്ദ്രമോദിയോ BJPയോ എന്തെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ? ഇത് തിരിച്ചു നൽകാമെന്നോ താക്കോല് കൊണ്ട് നിങ്ങൾക്ക് തുറക്കാമെന്നോ? അങ്ങനെ സുരേഷ്, നരേന്ദ്രമോദിയോ BJPയോ നാളെ രാവിലെ കേരളം ഭരിക്കുമെന്ന് എനിക്കും പ്രതീക്ഷയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും പ്രതീക്ഷ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാണോ അദ്ദേഹത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ? സുപ്രീം കോടതിയുടെ വിധി ഇവിടെ നടപ്പാക്കേണ്ടത് ആരാ? ജുഡീഷ്യറി ഒരു വിധി പ്രസ്താവിച്ചാൽ അത് നടപ്പാക്കേണ്ട ഒരു സംവിധാനം എല്ലാ സംസ്ഥാനവും. പക്ഷെ താങ്കൾക്ക് അറിയാലോ, വളരെ വയലന്റ് ആയിട്ട് യാക്കോബായ സഭയുടെ പ്രതിഷേധവും മറ്റുമില്ല നമ്മൾ കണ്ടതല്ലേ. ഞാൻ ചോദിക്കുന്ന, അങ്ങനെ വയലന്റ് ആയിട്ടുള്ള SNDP യോഗത്തിന്റെ ശാശ്വതീകാനന്ദയെ പുറത്താക്കാൻ ആന്റണിക്ക് സാധിക്കുമെങ്കിൽ അത് ന്യായത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലാതെ ശാശ്വതീകാനന്ദ മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് കോടതി പറഞ്ഞതനുസരിച്ച് ശാശ്വതീകാനന്ദയെ പുറത്താക്കി മറ്റേ സ്വാമി അവിടെ ഇരുത്താമെങ്കിൽ എന്തുകൊണ്ട് ഭഗീഷ് ചുരുക്കത്തിൽ പള്ളിത്തർക്കത്തിൽ കൂടി BJP ഇടപെടേണ്ടി വരും? അല്ല, പള്ളിത്തർക്കമായിട്ടല്ല. നമ്മൾ ഓർത്തഡോക്സ് സഭേനെ നമ്മളിപ്പോ ഈ ഒരു നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, മലങ്കര ഓർത്തഡോക്സ് സഭേനെ ഇവര് ഈ നമ്മുടെ ഇന്നത്തെ മാറാത്തനിയോസ്
ഉൾപ്പെടെയുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയോട് ഞങ്ങൾക്ക് ഇന്നലോ നരേന്ദ്രമോദിനെ ഒരു ചർച്ച നടത്തിയതിന്റെ പേരിലല്ല, അവര് തദ്ദേശീയമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള ഒരു സഭയാണ്, ഭാരത പൈതൃകത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരോടുള്ള സ്നേഹം. രണ്ടാമത്, അവരുടെ ഈ ബിസിനസ്സും അവരുടെ പള്ളികളും 10 വർഷം കൊണ്ട് 20 വർഷം കൊണ്ടുള്ള ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഗുജറാത്തിൽ എങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്, മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാവും. ഇതിൽ മുഖ്യമന്ത്രിമാർക്കോ ഒരു MLA-മാർക്ക് പോലും വ്യക്തമായ പങ്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അതിന്റെ ഒരു തെളിവ് എന്റെ ഓർമ്മ ശരിയാ, എന്റെ അറിവ് ശരിയായ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേര് താങ്കൾ ഓർക്കുന്നില്ലേ? പുള്ളിക്ക് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടില്ലേ? അതെ, കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഗവൺമെന്റ് ചുരുങ്ങിയത് ഒരു 10ഓളം എൻക്വയറി മോഡിക്കെതിരെ നടത്തി, റെയിൽവേ കമ്മീഷൻ നടത്തി, ജുഡീഷ്യൽ എൻക്വയറി 10 നടത്തി. എന്നിട്ട് CBI അന്വേഷിച്ചു, STA അന്വേഷിച്ചു, NIA അന്വേഷിച്ചു. ഒരു സിംഗിൾ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോലുള്ള തെളിവുകൾ കിട്ടിയില്ല. അത് തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലല്ല, സത്യം നരേന്ദ്രമോദിയുടെ കയ്യിലായതുകൊണ്ടായിരുന്നു. സത്യം എന്നും തെളിഞ്ഞു നിൽക്കും. അതിന് എത്രമാത്രം മൂടിവെക്കാൻ ശ്രമിക്കുന്നോ, എത്രമാത്രം ഗീബൽസിന്റെ നുണ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു. ഞാൻ പറയാം, ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ബഗീഷിലേക്ക് ഞാൻ വരാം. ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഹലോ, കേൾക്കാമോ? കട്ടായിപ്പോയി, കോളർ കട്ടായിരിക്കുന്നു. ചന്ദ്രപ്രകാശ്, ഇവിടെ ദേശീയ തലത്തിൽ ഇപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഏതായാലും 2 പ്രബല കക്ഷികൾ താങ്കൾക്കറിയാം. SNDP എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ ഭാഗത്തും മധ്യ കേരളത്തിലും വലിയൊരു ശക്തി തന്നെയാണ്. വടക്കോട്ട് മാത്രമേ അല്പം ശക്തി കുറവുള്ളൂ. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ ഓർത്തഡോക്സ് സഭയും വലിയ ശക്തി തന്നെയാണ്. ചുരുക്കത്തിൽ ഈ 2 ശക്തികളും BJP എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. ഇതിന്റെ പോരായ്മ, ഇതിന്റെ കാരണക്കാർ, പ്രധാന ഉത്തരവാദി കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഇത് മതപരമായ സംവിധാനത്തിൽ പള്ളിയുമായ തർക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. നമുക്കറിയാം, ഇവിടെ ഭാരത സംസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിഭാവനമായി സൂക്ഷിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ, സമസ്ത ജാതി വിഭാഗങ്ങളെ, നമുക്കറിയാം വ്യത്യസ്ത ജാതികളുള്ള ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വളരെ പ്രസക്തിയുള്ളത് അതുതന്നെയാണ്. കഴിഞ്ഞ 67 കൊല്ലക്കാലമായി ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. അല്പ ഇടവേളയ്ക്ക് BJPക്കും ഇന്ത്യ രാജ്യം ഭരിക്കാൻ ജനവിധി കൊടുത്തിട്ടുണ്ട്. ആ BJP ഭരിച്ച കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി, നമ്മുടെ സ്വർണം വരെ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ BJP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ ലോകരാഷ്ട്രങ്ങൾ വരെ ഇന്ത്യ രാജ്യത്തെ നോക്കിക്കാണുമ്പോൾ ആ രാഷ്ട്രങ്ങൾ വരെ തകർച്ച നേരിടുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി കൊണ്ട് തന്നെ ഇത് ഇത്ര അധികം ജാതി മത രാഷ്ട്രീയങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജാതിയും മതവും അതുപോലെ രാഷ്ട്രീയ സംവിധാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും ഇന്ത്യയുടെ സംസ്കാരത്തെ നിലനിർത്താനും ലോക രാജ്യങ്ങൾക്ക് അവർ നശിപ്പിച്ചിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ. ചന്ദ്രപ്രകാശ്, ഹലോ, കേൾക്കാമോ? പറയൂ, പേര് പറയൂ. ശരി, നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി SNDP എത്തുന്നു, ഓർത്തഡോക്സ് സഭ എത്തുന്നു. കാര്യങ്ങൾ ആകെ സംസ്ഥാന രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം ആകെ മാറിമറിയുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും തെരഞ്ഞെടുപ്പിലെ ഒരു അസാനാസ്യത്ത് പോയി മോഡിയെ കണ്ടെത്തുന്നത് കോൺഗ്രസ് മുഴുവനും അളവ് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നത് പ്രിയ സുഹൃത്ത് എന്താണ് പറയുന്നത് കേട്ടത് കുന്നസുദ്ധവിനാരിയുടെ കാര്യം. അതിനകത്തില് എന്താണ് എല്ലാവരും പറയുന്നത്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നവരെ? ഓർത്തഡോക്സ് സഭയെ തിരിക്കുന്ന മുഴുവൻ പേര് ഇവർ 3-4 പേര് കാലമില്ലാത്ത എന്ന് പറയുന്നത് കേട്ടോ വോട്ട് പോയി നരേന്ദ്രമോദിക്ക് വിട്ടുവന്ന തെരഞ്ഞെടുപ്പിലെ അസാനാസ്യത്ത് ഇപ്പൊ അടുത്ത കാതോലിക്കായിട്ട് ഭ്രമം കിട്ടി ഇറങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടി ഇവരൊക്കെ വിട്ടുകൊണ്ടുമായിരുന്ന് എന്താ BJPക്ക് എന്തോ BJP ഒക്കെ ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി, അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടി, അത് രാഷ്ട്രീയത്തിൽ നിൽക്കണം. ഓക്കെ, കടത്തോളക്കാർ ഇവരാരും പിന്നെ പള്ളികളുടെ ഭരണസമിതിയിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ കാതോലിക്കോസിന് ഒരു കൽപ്പന കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് എന്റെ പ്രിയ സുഹൃത്തിനോട്. ശരി, ഏതായാലും താങ്കൾ സമ്മതിക്കുന്നു BJP തത്വാധിഷ്ഠിതമായ ഒരു നല്ല പാർട്ടിയാണെന്ന്. ആദ്യത്തെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിനോട് എന്ന് പറയുക. കുന്നത്ത് സെമിനാരി BJP തമ്മിൽ കളിപ്പിക്കുന്ന കാര്യം വല്ലതുണ്ടോ? ക്ലിയർ ആവുന്നില്ല താങ്കൾ പറയുന്നത്. ഏതായാലും വളരെ സന്തോഷം വിളിച്ചതിൽ. വളരെ വ്യക്തമാകുന്നില്ല. സോണി, ഇതാണ് ചോദ്യം എന്ന് തോന്നുന്നു. കാരണം തൃക്കുന്നത്ത് സെമിനാരിയുടെ കാര്യം പറഞ്ഞ് 1-2 ബിഷപ്പുമാര് പറഞ്ഞാൽ സഭയിൽ എല്ലാവരും വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഉന്നയിക്കുന്ന സംശയം. ഞങ്ങള് മലങ്കര ഓർത്തഡോക്സ് സഭ
BJPക്ക് വോട്ട് ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഈ സഭ പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് അധികാരത്തിൽ വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അതായത് ഇന്ന് നരേന്ദ്രമോദിയെ കണ്ടത് അഹമ്മദാബാദ് ഭദ്രാസന അധിപൻ, അതായത് ഭദ്രാസന ബിഷപ്പും ചെങ്ങന്നൂർ ഭദ്രാസന ബിഷപ്പും കൂടെ ചേർന്നാണ്. കാരണം ചെങ്ങന്നൂർ ഭദ്രാസന ബിഷപ്പിന് പല സ്കൂളുകളുണ്ട് അവിടെ ഈ ഗുജറാത്തിൽ. അഹമ്മദാബാദ് ഭദ്രാസന അധിപൻ ഇപ്പം പുതുതായിട്ട് ഭദ്രാസന അധികാരം ഏറ്റ ആളാണ്. അദ്ദേഹത്തിന് പല പള്ളികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഞങ്ങളുടെ സഭയ്ക്ക് വളരെ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് വളരെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് നിങ്ങളോട് ആദ്യമേ പറഞ്ഞേ, അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനത്ത് BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് ഛത്തീസ്ഗഡിൽ മാത്രം ഏകദേശം 60ഓളം സ്കൂളുകളുണ്ട്. ഞങ്ങൾക്ക് ഇന്നേ വരെ അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സത്യമായിട്ട് പറയുന്നു. കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തോ മഹാപാതകം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തൊട്ടുകൂടാത്തവനാണ്. ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾ ഇന്ന് പറഞ്ഞുള്ളൂ. ശരി, അപ്പൊ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. ഒന്ന്, തൃക്കുന്നത്ത് സെമിനാരി തർക്കത്തിൽ സർക്കാർ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാട്. രണ്ട്, നരേന്ദ്രമോദി ഒരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്ന തോന്നലുണ്ട്. മൂന്ന്, സഭാ പ്രവർത്തനങ്ങൾക്ക് നരേന്ദ്രമോദി തടസ്സമാകുന്നില്ല. തീർച്ചയായിട്ടും ഗുജറാത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്ഥാപനങ്ങൾക്കും ഇന്നേ വരെ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. അതിനർത്ഥം കോൺഗ്രസ് ഭരിക്കുന്നിടത്തുണ്ടെന്നല്ല. 2002 വംശഹത്യയുടെ സൂത്രധാരൻ നരേന്ദ്രമോദിയാണെന്ന് നിങ്ങൾ കരുതുന്നില്ല? നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ഇവിടെ ഇരുന്ന് നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കണ്ടേ? കോടതി ശിക്ഷിക്കാനായിട്ടുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഇപ്പൊ ഉദാഹരണത്തിന് ഇത് തന്നെ ഞാൻ പിണറായി വിജയന്റെ കാര്യത്തിലും പറയും. പിണറായി വിജയനെ ശിക്ഷിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസുകാരോട് അവിടെ ഇതാണ് കാര്യം. ശ്രീ ചന്ദ്രപ്രകാശ്, കോൺഗ്രസ് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അഭിനയിക്കുന്നു. ഇവിടെ ഒരു അഭിനയവും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. ഗുജറാത്തിൽ മോഡിയുടെ പ്രകടനം നന്നായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എന്റെ സുഹൃത്ത് സൂചിപ്പിക്കുന്നത്. ആ പ്രകടനം നന്നാവട്ടെ. ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ഇത്ര പള്ളികളായാലും അമ്പലങ്ങളായാലും മോസ്കുകളായാലും ഇതൊക്കെ സംരക്ഷിക്കാനും ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിമാനപരമായി തോന്നുന്നു. ഗുജറാത്ത് ഭരിക്കുന്നത് മോഡി, അവിടുത്തെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം നടത്തുന്ന ചില ഇത്തരം കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങൾ കോടതി വിധി വരാനിരിക്കുകയാണ്. ഇനിയും കോടതി വിധി പൂർണ്ണമായിട്ടില്ല. കോടതി വിധി വരുമ്പോൾ അതിന് മറുപടി അതിനുശേഷം പറയാം. കാരണം ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മോഡിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ ആ ഒരു കൂട്ടക്കൊലയിൽ കൈ കഴിയില്ല എന്നാണ് ഒരു കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? പറയൂ, പേര് പറയൂ. എന്റെ പേര് പൗലോസ് എന്നാണ്. കേട്ടില്ല. ഞാൻ പറഞ്ഞത് ശരി, പൗലോസ് പറയൂ. ഇതിനു മുമ്പ് ഒരു ആള് സംസാരിച്ചതുപോലെ ചിന്നന്നൂരെ 10ാം ക്ലാസ്സിലോ കാതോലിക്കോസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള അധിക്ഷേപങ്ങളൊന്നും വ്യക്തിപരമായി നടത്തുന്നത് ശരിയല്ല. അതേസമയം ഓർത്തഡോക്സ് സഭയുടെ ഒരു മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിയെ പോലും നടപ്പിലാക്കിയെടുക്കുവാൻ ഇന്ന് സാധിക്കാത്ത ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ ആ ഗവൺമെന്റിനെയും ആ പാർട്ടികളെയും വീണ്ടും നാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഒരു ന്യായമായ കാര്യമല്ല. BJP ഇപ്പം വ്യക്തിപരമായി മോദി ആയാലും BJP ആയാലും നീതി നടത്തുവാൻ ഏതു പാർട്ടികൾ മുമ്പോട്ട് വന്നാലും അതിനെ പിന്താങ്ങുന്ന സമീപനമായിരിക്കണം ഓർത്തഡോക്സ് സഭ തന്നെയല്ല ഇന്ത്യയിലെ ഏത് ജനതക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ സന്തോഷം വിളിച്ച അഭിപ്രായം പറഞ്ഞതിൽ. സമയം തീരാൻ പോവുകയാണ്. ബഗീഷിലേക്ക് രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, KK രമയ്ക്ക് എന്തടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി പിന്തുണ പ്രഖ്യാപിക്കുന്നു? അല്ല, KK രമയുടെ കേസ് മാത്രമല്ല, മാറാട് കൂട്ടക്കൊലയായാലും പിന്നെ ജയശ്രീമാഷ വധമായാലും കേരളത്തെ നടുക്കിയ നിഷ്ഠൂരമായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെ പിന്നിലുള്ള ബിഹൈൻഡ് ദ കർട്ടന്റെ ഉള്ളിലുള്ള ആ മസ്തിഷ്കങ്ങളെ, ആ കാപാലികരെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് BJPയുടെയും ഈ നാട്ടിലെ സമാധാന കാംക്ഷികളായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഇതില് ഇടതുപക്ഷവും വലതുപക്ഷവും മാറാട് കേസിലായാലും
TP ചന്ദ്രശേഖരന്റെ പദത്തിലായാലും ഒരു ഒത്തുകളി രാഷ്ട്രീയമാണ്. ചന്ദ്രപ്രകാശ് അവസാനമായി ഇതാണ് കൃത്യമായി ഇത് മറ്റൊരു വിഷയം. കാരണം അതുപോലും വളരെ കൃത്യമായി നരേന്ദ്രമോദി എടുത്ത് പ്രയോഗിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ സുരേഷ് നമുക്കറിയാം, ഒരു ഭാഗത്ത് BJPയും ഒരു ഭാഗത്ത് CPM-ഉമാണ്. ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ നിലനിൽക്കുക തന്നെയാണ്. അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് മോഡി. മോഡിയെ ഇപ്പൊ അനുകൂലിക്കുന്ന ഒരു CPM കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായത് നമുക്കറിയാം. മോഡി വിഭാഗത്തിനെ സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ ഒരു വിഭാഗം മോഡിയുടെ അഭ്യുതകാംക്ഷികൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന BJP-ക്കാർ 2000-ഓളം പേർ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോയി, CPM-ന്റെ കൂടെ പോയിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയം, രമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രമയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ രമ ഒരു രാഷ്ട്രീയ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട് ഒരു അതൊക്കെ അറിയാം. അവിടെ വാദം എന്ന് പറയുന്നത്, ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് പോലും വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല. അല്ലല്ല സുരേഷ്, ചെയ്യാവുന്ന പരിമിതിക്കുള്ള നിന്നുകൊണ്ട് അതിന്റെ CBI അന്വേഷണം വരെ ഉത്തരവിടാൻ യാതൊരു മടി കാണിക്കാത്ത കൊടുത്തിരിക്കുകയാണ്. ആ നടപടി അത് കോൺഗ്രസ് അംഗീകരിക്കുന്നു, അത് നടപ്പാക്കി വരും. ശരി, പറയൂ, പേര് പറയൂ. ഹലോ, എന്റെ പേര് ബിജു പാറപ്പുറം എന്നാണ്. ശരി ബിജു, പറയൂ. നരേന്ദ്രമോദിക്ക് കൂടുതൽ പിന്തുണ കേരളത്തിൽ കിട്ടുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം. ഓർത്തഡോക്സ് സഭ അടക്കം പിന്തുണയ്ക്കുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വികസനത്തിന്റെ വക്താവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP-യുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ സാഹചര്യം നമുക്കറിയാം. അന്ന് ഈ പറയുന്നതായ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കോ മറ്റും ഒന്നും യാതൊരു വിധമായ ദോഷവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായ വികസനപരമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ അടൽ ബിഹാരി വാജ്പേയിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് BJP എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതിന് ഒരു ഭരണത്തിൽ തരാനുള്ള അവസരമുണ്ട്. ശരി, വളരെ സന്തോഷം. സമയം തീരാൻ പോകുന്നതുകൊണ്ടാണ് BJP-യെ മാറ്റി നിർത്തേണ്ട കക്ഷിയല്ല എന്ന് തോന്നുന്നു. അവസാനമായി ബഗീഷ്, നരേന്ദ്രമോദി 2 മണ്ഡലത്തിൽ, ഒന്ന് വടക്കേ ഇന്ത്യയിലും മറ്റൊന്ന് തെന്നിന്ത്യയിലും മത്സരിക്കും എന്നാണ് പറയുന്നത്. അത് തിരുവനന്തപുരം ആകും അതിൽ ഒരെണ്ണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? സാധ്യതയുണ്ടോ? തിരുവനന്തപുരം ആണെങ്കിൽ ഒരു 3-2 ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം തിരുവനന്തപുരം മാത്രമല്ല, ഈ പ്രാവശ്യം ശരി, അത് മതി. തിരുവനന്തപുരം അതായിരുന്നു ചോദ്യം. അവസാനമായി സോണിയിലേക്ക്. സോണി, ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞതനുസരിച്ച് സോണിയോട് സഭാധ്യക്ഷൻ ഇപ്പൊ അത്താനാസിയോസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ സഭ പറയുകയാണ്, BJP-ക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയില്ല. താങ്കള് ഒരാളോട് അങ്ങനെ, എന്നെ പോലെ ഒരാളോട് അർത്ഥസംഖ്യയില്ലാതെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നുണ്ട്. എന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ വന്ന് സഭയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ സഭാ മെമ്പർ ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഭാരവാഹിയൊന്നുമല്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു വക്താവല്ല. ഞങ്ങളുടെ വിഷൻ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വിഷൻ BJP അംഗീകരിച്ചാൽ പിന്തുണയ്ക്കും. BJP അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. BJP കേരളത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, BJP കേരളത്തിൽ അധികാരത്തിൽ വരികയും ഈ പറയുന്ന ഞങ്ങളുടെ BJP നടപ്പിലാക്കി തരുകയും ചെയ്യും എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. ഇപ്പം ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും BJP-യെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. BJP-ക്ക് ഇന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് പർപ്പസ്ലി അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട അടിച്ചിറക്കി അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്നത് കേരളത്തിൽ അവരുടെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. ശരി, വളരെ സന്തോഷം. ഏതായാലും സമയം തീരാൻ പോവുകയാണ്. ചെറിയൊരു ഇടവേള പ്രൈം ടൈമിൽ അനിവാര്യമാണ്. ചർച്ചയിൽ പങ്കെടുത്ത നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി SNDP-യും ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനുമെല്ലാം രംഗത്ത് വന്ന വിഷയമാണ് ഇന്ന് പ്രൈം ടൈം പരിശോധിച്ചത്, ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത ടെലിഫോണിൽ നമ്മളോടൊപ്പം സംസാരിച്ച കൊച്ചി മേയർ ശ്രീ ടോണി ചെമ്മണി, അതോടൊപ്പം തന്നെ BJP-യുടെ പ്രതിനിധിയായെത്തിയ ബഗീഷ്, ഓർത്തഡോക്സ് സഭ പ്രതിനിധിയായെത്തിയ സോണി ജേക്കബ്, ശ്രീ ചന്ദ്രപ്രകാശ് എടമന, എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു.